അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 31-ാമത്തെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രതീക്ഷയോടെ നിർഭയരായി. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസു തഖുല്ലാഹ വഅജ്മിലു ഫിത്തൊലബി ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫി റിസ്ഖഹ വഇൻ അബ്തഅ അൻഹ ഫത്തഖുല്ലാഹ വഅജ്മിലു ഫിത്തൊലബി ഖുദൂ മാ ഹല്ല വദഉ മാ ഹറമ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നല്ല നിലയിൽ നിങ്ങൾ ഉപജീവനം അന്വേഷിക്കുകയും ചെയ്യുക. ഒരൽപ്പം വൈകിയാണെങ്കിലും തൻ്റെ ഉപജീവനം പൂർത്തീകരിക്കപ്പെടാതെ ഒരാളും മരണപ്പെടുകയില്ല. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നല്ല നിലയിൽ നിങ്ങൾ ഉപജീവനം അന്വേഷിക്കുകയും ചെയ്യുക. അവൻ അനവദനീയമാക്കിയത് നിങ്ങൾ സ്വീകരിക്കുക, അവൻ നിഷിദ്ധമാക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ജീവിതത്തിലുടനീളം തഖ്വ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ നിലനിർത്തുകയും വിലക്കുകൾ മാറ്റി നിർത്തുകയും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും മനുഷ്യൻ നേടിയെടുക്കുന്ന രക്ഷാകവചമാണ് തഖ്വ. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹു അനവദനീയമാക്കിയ വഴികളിലൂടെ ഉപജീവനം തേടൽ അനിവാര്യമാണ്. നമുക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ നമുക്കത് നഷ്ടപ്പെടുകയില്ലെന്നും നഷ്ടപ്പെടാനുള്ളതാണെങ്കിൽ ലഭിക്കില്ല എന്നും വിശ്വാസം നിർഭയത്വം പ്രദാനം ചെയ്യും. ഖദറിലുള്ള വിശ്വാസം ഈമാനിൻ്റെ തൂണുകളിലൊന്നാണ്. ഖദറിലുള്ള വിശ്വാസത്തിന് 4 തലങ്ങളാണുള്ളത്. 1, അള്ളാഹുവിൻ്റെ അറിവ്. അള്ളാഹു അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്ന വിശ്വാസം. 2, മശീഅത്ത്. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമാണ് സംഭവിക്കുക എന്നുള്ള വിശ്വാസം. 3, കിതാബത്ത്. ലോകത്ത് സംഭവിക്കാനുള്ളതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം. 4, അള്ളാഹുവിൻ്റെ ഖൽഖ്. അള്ളാഹു സൃഷ്ടിക്കുന്നത് മാത്രമാണ് ഉണ്ടാവുക എന്ന വിശ്വാസം. നിങ്ങൾ നല്ല നിലയിൽ അന്വേഷിക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന മനുഷ്യ സ്വതന്ത്രരല്ല എന്ന് ജബരികളുടെ വാദത്തിന് മറുപടിയാണ്. ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ്. കണ്ടെത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഉപജീവനം നേടിയെടുക്കാൻ നിഷിദ്ധമായ മാർഗങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അനുവദനീയമായ ഉപജീവനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ദാരിയാത്ത് 58 പറയുന്നു, തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ, ശക്തനും പ്രബലനും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അള്ളാഹുവെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. വല്ലവനും അള്ളാഹുവിനിൽ വരമേൽപ്പിക്കുന്ന പക്ഷം അവൻ അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്രമത്തിനുള്ളിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.